ഏറ്റവും കൂടുതൽ പേരെഴുതുന്ന ഒരു അധ്യാപക പരീക്ഷയാണ് നമ്മുടെ LP-UP എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ LP-UP എക്സാം ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് നിയമനങ്ങളൊക്കെ നടക്കുന്നില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ. എന്നാലും കുറെ അധികം പേര് അല്ലെ, ഒരു മെജോറിറ്റി ഓഫ് അധ്യാപകരും ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അടുത്ത LP-UP നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാ. കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് വട്ടം ചോദിക്കുന്നുണ്ട് അടുത്ത LP-UP എന്നാണെന്ന്. കഴിഞ്ഞ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അടുത്തതിന് വേണ്ടി പഠിച്ചു തുടങ്ങിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ. അപ്പൊ ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ അല്ലെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അടുത്ത വർഷം പരീക്ഷ നടക്കും. എന്നാൽ മാത്രമേ 2028 പുതിയ ആ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു വലിയ പ്രോസസ്സാണ്, ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷയാണ്, ഇതെല്ലാം നമുക്കറിയാം. സോ ടൈം ടേബിൾ, ഒരു സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ലെവലിൽ നിന്നുകൊണ്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 150 ദിവസം കൊണ്ട് LP-UPക്ക് വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഐൻട്രി ടീച്ചിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു അല്ലെ, 150 ദിവസം, ഏകദേശം 5 മാസമാണ് നമുക്ക് കിട്ടുന്നത്. ഈ 5 മാസം കൊണ്ട് പഠിച്ചു തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ തന്നെയും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് റിവിഷൻ ചെയ്യാനും വീണ്ടും റിവിഷൻ ചെയ്യാനും കൂടുതൽ നമ്മളെ മെച്ചപ്പെടുത്താനും ഒക്കെ കിട്ടുന്ന സമയങ്ങളാണ്. സോ ഇപ്പോഴേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിന് പോകാൻ പറ്റും. സോ 150 ദിവസങ്ങളെ നമ്മളൊരു 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ വീക്ക്ലി റിവിഷനും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടെയാണ്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വെറുതെ ഒരു ടൈം ടേബിൾ അല്ല, ഓരോ ദിവസവും ഇപ്പൊ തിങ്കളാഴ്ച നിങ്ങൾ ഇന്നത് പഠിക്കണം, ചൊവ്വാഴ്ച നിങ്ങൾ ഇന്നത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കേരള ചരിത്രം. സിലബസിൽ നമുക്ക് കാണാൻ പറ്റും കേരള ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേരള നവോത്ഥാനം ഫോക്കസ് ചെയ്യുക. പിന്നെ അടിസ്ഥാന ഗണിതം, മാത്സ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫിസിക്സും സൈക്കോളജിയും ഫോക്കസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഒരു പാർട്ടിൽ, ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്രയും സബ്ജക്റ്റുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ 2 സബ്ജക്ട് വെച്ചാടാ പഠിക്കണ്ടേ. ഒരു ദിവസം ഒരു 2 വിഷയം പഠിക്കാനായിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ. നമുക്കറിയാം ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. ഈ 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങാനായിട്ട് ഒരു 8 മണിക്കൂർ എടുത്തു എന്ന് വിചാരിച്ചോ, പിന്നെയും നമുക്ക് 16 മണിക്കൂറുണ്ട്. ഈ 16 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ മാത്രമേ നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ അല്ലെ. ബാക്കി 12 മണിക്കൂർ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. സോ ഈ 4 മണിക്കൂറിനെ നമുക്കൊന്ന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക് അല്ലെ, ആ നീല ടാഗിൽ കഴുത്തിലിട്ട് ടീച്ചറെ എന്നുള്ള വിളി കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക്, ക്ലാസ് റൂമിലേക്ക് നമ്മൾ പോവുക. ഇതിൽ പലർക്കും ആഗ്രഹം ഉണ്ടാവും പഠിച്ച സ്കൂളിലൊക്കെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഒരു അവസരമാണെന്നുള്ള എന്നുകൂടി നമ്മൾ ആലോചിക്കണം. സോ നമ്മൾ ആദ്യത്തെ ദിവസം, ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച അല്ലെ, മൺഡേ നമ്മൾ എന്ത് പഠിക്കും? ആദ്യത്തെ തിങ്കളാഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രമായിരിക്കും. കേരള ചരിത്രം രാവിലെ നമ്മൾ കേരള ചരിത്രം പഠിക്കും, ഉച്ചയ്ക്ക് നമ്മൾ മാത്സ് പഠിക്കും. ഇനി ചിലരൊക്കെ പറയും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ചോറുണ്ട്, അതിന്റെ മയക്കമാണ്, മാത്സ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ് രാവിലെ പഠിക്കുക, ഹിസ്റ്ററി ഉച്ചയ്ക്ക് പഠിക്കുക. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പഴശ്ശിയുടെ വിപ്ലവങ്ങൾ, പഴശ്ശി കലാപങ്ങളും വേലുത്തമ്പി ദളവയെക്കുറിച്ചും കുറിച്യർ കലാപത്തെക്കുറിച്ചും ഹിസ്റ്ററിയിൽ ഈ 3 കാര്യങ്ങളെ പഠിക്കുക. മാത്സിൽ നമ്മൾ ഭിന്നസംഖ്യകൾ പഠിക്കുക. സിമ്പിൾ അല്ലേടാ, ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വിശാലമായി കിടക്കുന്ന 100 മാർക്കിന് ഒരു 1000 മാർക്കിന്റെ സിലബസ് നമുക്ക് തന്നു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ എല്ലാം കൂടെ നമ്മളൊരു അവസാനവട്ട പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഇതുപോലെ വളരെ ക്രിസ്പായിട്ട് ചെറിയ ടോപ്പിക്കുകളായിട്ട് ഓരോ ദിവസവും പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ സിലബസിനെ കവർ ചെയ്യാൻ പറ്റും. ഒരു അമിത ഭാരം ഒന്നും നമുക്ക് തോന്നത്തില്ല. സോ ഈ ടോപ്പിക് ഒരു ദിവസം പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. അടുത്തത് ഇനി ചൊവ്വാഴ്ച നമ്മൾ എന്ത് പഠിക്കും? ചൊവ്വാഴ്ച നമ്മൾ രാവിലെ ഫിസിക്സ് പഠിക്കും, ഉച്ചയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. ഫിസിക്സിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നറിയാമോ? ഫിസിക്സിന്റെ ഏറ്റവും ബേസിക് ടോപ്പിക് ആണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മൾ നമ്മുടെ 8ാം ക്ലാസ്സിന്റെ CRT ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് എടുക്കുമ്പോൾ ആദ്യം കാണുന്ന ചാപ്റ്റർ ആണ് ഫിസിക്സിന്റെ ചാപ്റ്റർ. അത് പഠിക്കാമല്ലോ. അതുപോലെ ചലനം നമുക്ക് പഠിച്ചൂടെ? ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അവിടെ പഠിച്ചൂടെ? ഒരു ദിവസം കൊണ്ട് പഠിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പഠിക്കും? ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോഴേ ചിലരൊക്കെ
ഒക്കെ മുഖം ചുളിക്കും അല്ലെ. ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഇംഗ്ലീഷിന്റെ ഗ്രാമർ എല്ലാം കൂടി ഒക്കെപ്പാടെ ഒരു ദിവസം പഠിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആകെ ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ ബുധനാഴ്ചയിലേക്ക് വരിക. ബുധനാഴ്ച നമ്മൾ സൈക്കോളജി പഠിക്കണം അല്ലെ. സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ LP UP സിലബസിൽ. സോ സൈക്കോളജിയും. അടുത്തത് മലയാളം. 10 മാർക്കിനെ ഉള്ളൂ എങ്കിൽ പോലും കഴിഞ്ഞ LP UP പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ ഓർമ്മയുണ്ടോ? വട്ടം കറങ്ങിപ്പോയ ചോദ്യങ്ങളല്ലേ ചോദിച്ചേ. 5 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയവർ വളരെ ചുരുക്കം അല്ലേ. സോ നമ്മൾ ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് തുടങ്ങണം. സോ സൈക്കോളജിയും മലയാളവും നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ സൈക്കോളജിയിൽ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങാം. മനഃശാസ്ത്രത്തിന്റെ ആമുഖം അല്ലെ, സൈക്കോളജിയുടെ ഒരു ബിഗിനിങ് സ്റ്റേജ്. അവിടെയാണ് നമ്മൾ വിവിധ സൈക്കോളജിക്കൽ മെത്തേഡ്, ഇൻട്രോസ്പെക്ഷനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന അവിടെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നോക്കുക. സൈക്കോളജിയുടെ വിവിധ സമീപനങ്ങളെ പറ്റിയല്ലേ നമ്മൾ സ്ട്രക്ചറലിസം, ഫംഗ്ഷണലിസം, പ്രാഗ്മാറ്റിസം, ഇല്ലേ ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഇതൊക്കെ പഠിക്കുന്നത് അവിടെയാ. അതൊക്കെ നോക്കുക. മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ പദശുദ്ധി പഠിക്കുക. സിമ്പിൾ അല്ലേടാ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകൾ അല്ലെ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റിക്കുന്ന വാക്കേത്, ശരിയായിട്ടുള്ള വാക്കേത്, പദശുദ്ധി പഠിക്കാമല്ലോ. നമ്മൾ എല്ലാ PSC പരീക്ഷയ്ക്കും പഠിക്കുന്ന സാധനം അത്. അതുപോലെ സന്ധി പഠിക്കുക. 4 സന്ധി പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു ദിവസം ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാൻ നമുക്ക് പറ്റില്ലേ? പറ്റും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചു തുടങ്ങിയ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ബുധനാഴ്ച വരെ പഠിച്ചേ. നമ്മൾ എത്ര സബ്ജക്റ്റുകൾ കവർ ചെയ്തു? നമ്മൾ ഹിസ്റ്ററി പഠിച്ചു, മാത്സ് പഠിച്ചു, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, സൈക്കോളജി പഠിച്ചു, മലയാളം പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഫിസിക്സ് പഠിച്ചു. ഇനി വ്യാഴാഴ്ച നമ്മൾ കേരള നവോത്ഥാനത്തിലേക്ക് പോകുക. നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ വ്യാഴാഴ്ച നമ്മൾ കേരള നവോത്ഥാനവും കൂടെ നമ്മൾ മാത്സും പഠിക്കുകയാണ് അല്ലെ. നമ്മൾ ഇത്രയും സബ്ജക്ട്സിനല്ലേ ആദ്യത്തെ ഒരു ഫേസിൽ, ആദ്യത്തെ ഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ടത് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. നമ്മൾ റീസെന്റ് ഉള്ള ചോദ്യ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. പിന്നെ ചട്ടമ്പി സ്വാമികൾ, പ്രത്യേകിച്ച് ഇവരുടെ കൃതികള്, ശ്രീനാരായണ ഗുരു, ഇവരെ 3 പേരെയുമാണ് നമ്മൾ നവോത്ഥാനത്തിൽ നിന്ന് പഠിക്കേണ്ടത്. 3 നവോത്ഥാന നായകരെ ഒരു ദിവസം പഠിക്കുക എന്ന് പറയുന്നത് എത്ര നേരം വേണോ? 2 മണിക്കൂർ വേണമായിരിക്കും അല്ലെ. കൂടിപ്പോയാൽ 2 മണിക്കൂർ, അത്രന്റെ ആവശ്യമല്ലേ ഉള്ളൂ. മാത്സിൽ നമ്മൾ എന്ത് ചെയ്യുക? ദശാംശ സംഖ്യകള്, ഡെസിമൽസിനെ പറ്റി പഠിക്കുക. ഇതിനു മുമ്പ് നമ്മൾ ഭിന്നസംഖ്യകളെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ ദശാംശ സംഖ്യകളെ കുറിച്ചും അവയുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുക. ഇനി അടുത്തത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും ഫിസിക്സിലേക്കും ഇംഗ്ലീഷിലേക്കും വരികയാണ്. ഫിസിക്സിൽ നമ്മൾ ബലം, ഫോഴ്സിനെ കുറിച്ച് പഠിക്കുക, ഊർജം, എനർജിയെ കുറിച്ച് പഠിക്കുക, പവറിനെ കുറിച്ച് പഠിക്കുക. എളുപ്പമുള്ള 3 ടോപ്പിക്കുകൾ. ഗ്രാമറിൽ നമ്മൾ സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെന്റ്, കോൺകോർഡിനെ പറ്റി പഠിക്കുക. അപ്പോൾ ഗ്രാമർ ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. മലയാളം ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ മൺഡേ ടു ഫ്രൈഡേ എത്ര ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു കോൺഫിഡൻസ് വരും. ഓരോ ദിവസവും വളരെ ചെറുതിൽ നിന്ന് നമ്മൾ ഈ ഉറുമ്പൊക്കെ അരിമണി കൂട്ടുന്നത് എങ്ങനെയാ? വളരെ കുറച്ച് കൂട്ടി വെച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അത് ഒരുപാടാവുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ലേ. പിന്നെ അധ്യാപകരായിട്ടുള്ള നമുക്ക് ഇതൊക്കെ പ്രാവർത്തികമാക്കിയ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഇൻസെക്യൂരിറ്റികളാണ്. നമുക്കിത് നമ്മളെ കൊണ്ട് സാധിക്കുവോ? നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുവോ? എക്സാം ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വരട്ടെ. കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആർക്കും നിയമനം നടന്നില്ലല്ലോ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിലല്ലേ. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നാകട്ടെ, പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? ഒരു കാര്യമില്ല. അങ്ങനെ നീട്ടി വെക്കുന്നവർക്കൊക്കെ പരാജയം മാത്രമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തോൽവിയിലേക്കാണ്. നിങ്ങൾ അന്ന് തീരുമാനിച്ചോ, നിങ്ങൾ നീട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോൽവിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത്, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാട്ടിലും നല്ല ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും തുടങ്ങുന്നതാ. സോ ഇപ്പോഴെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വീക്ക്ലി റിവിഷനും വീക്ക്ലി മോക്ക് ടെസ്റ്റിനും ഉള്ള സമയം നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ വീക്ക്ലി റിവിഷന്റെ ദിവസമാണ് നമ്മുടെ ശനിയാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരാഴ്ച പഠിച്ച സകല കാര്യങ്ങളെയും നമ്മൾ റിവൈസ് ചെയ്യണം. കാര്യം എന്താ? പഠിക്കുന്ന എല്ലാവർക്കും, അത് നമ്മുടെ കുട്ടികൾ നമ്മളോടൊന്ന് പറയും, ടീച്ചറെ മറന്നുപോയി എന്ന്. നമ്മളും പറയാം, അധ്യാപകരായ നമ്മളും പറയും എന്ത് ചെയ്യും? മറന്നുപോയി എന്ന്. അപ്പൊ പഠിച്ചതിനെ ഏത് മനുഷ്യനും എവിടെയായാലും മറക്കും. പഠിച്ചത് മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. റിവിഷൻ ചെയ്ത് തന്നെ പോകണം അല്ലെ. ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശനിയാഴ്ച റിവൈസ് ചെയ്യണം. അതിന്റെ കൂടെ ഒരാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തോ. നമ്മൾ ഒരു ദിവസം നമ്മൾ 2 വിഷയങ്ങൾ പഠിക്കും അല്ലെ. ഒരു ദിവസത്തിന്റെ, നമ്മുടെ ശനിയാഴ്ചയുടെ ഒരു പകുതി നിങ്ങൾ റിവിഷന് മാറ്റി വെക്കുക, അടുത്ത പകുതി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുക. എല്ലാ പരീക്ഷകൾക്കും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കറണ്ട് അഫെയർ നോക്കുക. അവിടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവാർഡുകളെ കുറിച്ചും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ ശനിയാഴ്ച നിങ്ങൾ സയൻസിനെയും അതുപോലെ തന്നെ അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലികങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ കറണ്ട് അഫെയർ പഠിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഏതൊക്കെ കറണ്ട് അഫെയർ എവിടെ നിന്നൊക്കെ പഠിക്കണമെന്ന്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 2025, 26 വർഷങ്ങൾ. നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് എപ്പോഴാ? 2027 സോ പ്രീവിയസ്ലി ഉള്ള 2 വർഷങ്ങളുടെ കറണ്ട് അഫെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 2025, 26 വർഷങ്ങളുടെ കറണ്ട് അഫെയറിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമ്മൾ 25 തുടങ്ങുക, 26 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ 25 കറണ്ട് അഫെയർസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. 26 കറണ്ട് അഫെയർ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എഴുതി വെച്ചൊക്കെ തന്നെ പോവുക. ഇനി ഞായറാഴ്ച, സൺഡേ ഈസ് എ ഹോളിഡേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ പഠനത്തിന് അവധി ഉണ്ടോ? ഇല്ല. പഠിക്കുന്ന കാര്യത്തിന് അവധി ഇല്ല. കാര്യം എന്താ? അവധി വെച്ച അവിടെ കൊണ്ടുപോകും. നമ്മൾ ശനിയാഴ്ച വരെ ബിൽഡ് ചെയ്ത് വന്ന കാര്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ അവിടെ പോകും. സൺഡേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഞായറാഴ്ചയല്ലേ, നമുക്ക് പുറത്തു പോകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാം, പരീക്ഷയ്ക്ക് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ മടി പിടിക്കും. മടി പിടിച്ചാൽ ഈ പറയുന്ന ഇത്രയും ദിവസം നമ്മൾ എടുത്ത എഫേർട്ടിന് ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോകും. എപ്പോഴും ആലോചിക്കുക, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. ഒരു ലക്ഷ്യം വെച്ച് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു റുട്ടീൻ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അവിടെ വിജയിക്കുള്ളൂ. സോ സൺഡേ നമ്മൾ എന്ത് ചെയ്യാടാ? നമ്മളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ 100 മാർക്കിന്റെ പരീക്ഷയൊന്നും അറ്റൻഡ് ചെയ്യണ്ട. നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ സബ്ജക്ട്സ് വെച്ചിട്ട് 20 മാർക്കിന്റെ ഒരു ചെറിയ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. 20ൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു? അപ്പൊ നമുക്ക് നമ്മളെ അവിടെ നിലവാരപ്പെടുത്താം. ഞാൻ ഈ ഒരാഴ്ച പഠിച്ചു, 20ൽ 20 എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ? ഇല്ല. അല്ലെങ്കിൽ 20ൽ 18 ആണോ എനിക്ക് കിട്ടിയത്? അല്ലെങ്കിൽ 15 ആണോ കിട്ടിയത്? ഇനി ഞാൻ എത്ര ഇംപ്രൂവ് ചെയ്യണം? എന്റെ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവിഷനും മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇങ്ങനെ മൺഡേ ടു സൺഡേ നമ്മൾ എന്ത് ചെയ്യുക? ആഴ്ചയിൽ 7 ദിവസവും നമ്മുടെ പഠനത്തിനായിട്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കണം. അതിന്റെ ഒപ്പം നമ്മുടെ പഠനത്തിനായിട്ടുള്ള കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ടീച്ചേഴ്സ് ആണ്. നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. അപ്പൊ ഞാനും അഭിമുഖീകരിച്ച പ്രശ്നമാണ്. കഴിഞ്ഞ LP UP പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ HSIയുടെ പരീക്ഷയ്ക്ക് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, രാവിലെ പോയിട്ട് വൈകിട്ട് വരണം, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അല്ലെ, വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ദിവസത്തിൽ നിന്ന് ആദ്യം പറഞ്ഞ പോലെ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാലും ബാക്കിയുള്ള 16 മണിക്കൂറിൽ ഒരു 3-4 മണിക്കൂറിനെ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന LP UP പരീക്ഷയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ സ്റ്റഡി ടൈം ടേബിൾ ഞാൻ പറഞ്ഞു 150 ദിവസത്തെ ടൈം ടേബിളാണ് ഞാൻ പറഞ്ഞത്. ഈ 150 ദിവസത്തെ ടൈം ടേബിളിൽ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒക്കെ ഭയങ്കരമായിട്ട് പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനൊരു സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ പഠിക്കേണ്ട ഓരോ ടോപ്പിക്കുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സോ ആ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൊക്കെ ചോദിക്കും. ആ പേരൊക്കെ കൊടുത്ത് അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. 150 ദിവസം 5 ഘട്ടങ്ങളിലൂടെ കംപ്ലീറ്റ് റിവിഷനും കറണ്ട് അഫെയറും മോക്ക് ടെസ്റ്റും ഒക്കെ അടക്കം നമുക്ക് LP UPയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും റിവിഷൻ ചെയ്യാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ അടുത്ത LP UP പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മിഷനിൽ നിങ്ങൾക്ക് കൂടെ കൂടാം. നിങ്ങൾ റെഡിയാണ്? ഈ ഒരു ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.